അവിടുന്ന് പടച്ചവനോട് തർക്കിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് കടന്നു വന്ന ശപിക്കപ്പെട്ട ശൈത്താൻ ലഅനത്തുല്ലാഹി അലൈഹി, ആ ഇബ്ലീസ് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഇബ്ലീസിനോട് ചോദിച്ചു, നീ നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കരഞ്ഞു പോയിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, സാധാരണ കരച്ചിലല്ല ഇബ്ലീസ് തന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനെ പിഴപ്പിച്ചു കഴിയുമ്പോൾ, ഒരു മനുഷ്യനെ നരകത്തിന്റെ അവകാശിയാക്കി കഴിയുമ്പോൾ, ഒരു മനുഷ്യനെ കൊണ്ട് പാപങ്ങൾ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒരാളെ കൊണ്ട് ജീവിതത്തിൽ ചെയ്യിപ്പിച്ചു കഴിയുമ്പോൾ ഇബ്ലീസിന് വല്ലാത്ത സന്തോഷമാണ്. ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയം അവന്റെ അടുക്കൽ പോയിരുന്നു വഞ്ചിക്കുന്നതിന് വേണ്ടി, അവനെ ചതിക്കുന്നതിന് വേണ്ടി, അവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാതെ അവനെ കാഫിറായി മരിപ്പിക്കുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ ഇബ്ലീസിന് വലിയ സന്തോഷമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ സന്തോഷിക്കുന്ന ഇബ്ലീസ് തന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോൾ, അള്ളാഹുവിന്റെ പ്രവാചകനോട് ശപിക്കപ്പെട്ട ഇബ്ലീസ് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ ജീവിതത്തിൽ ഞാൻ വല്ലാതെ കരഞ്ഞുപോയ 4 അവസരമുണ്ട് നബിയേ. ഇബ്ലീസ് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നത്, എന്റെ ജീവിതത്തിൽ വല്ലാതെ കരഞ്ഞുപോയ, ഇബ്ലീസ് നെഞ്ചുപൊട്ടിയിട്ട് പേടിച്ചു വിറച്ച് കരഞ്ഞുപോയ 4 അവസരമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഒന്നാമതായി ചോദിക്കുന്നു, നീ വല്ലാതെ കരഞ്ഞുപോയതിന്റെ ഹൃദയം പൊട്ടുന്ന രീതിയിൽ ദുഃഖം താങ്ങാൻ കഴിയാതെ നീ കരഞ്ഞുപോയ അവസരം ഏതാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുമ്പോ ഇബ്ലീസ് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്നാമത് വല്ലാതെ പേടിച്ച് കരഞ്ഞുപോയ സമയമേതെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുകയാണ്. പടച്ചറപ്പ് ആദമിനെ സ്വന്തം കൈകൊണ്ടാണ് അല്ലാഹു സൃഷ്ടിച്ചത്. ആദ്യമായിട്ടൊരു മനുഷ്യനെ പടച്ചറപ്പ് സൃഷ്ടിച്ചിട്ട് ആദമിനെ റൂഹ് കൊടുക്കുകയാണ്. ആദമിന് അല്ലാഹു എല്ലാം പഠിപ്പിച്ചു കൊടുത്തു, ഒരുപാട് അറിവുകൾ പറഞ്ഞു കൊടുത്തു. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് അല്ലാഹു പ്രവാചകനുണ്ടല്ലോ, അല്ലാഹു അവിടുന്ന് അള്ളാന്റെ റസൂല് പറയുകയാണ്, അവിടുന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു മലക്കുകളോട് ആദമിന് സുജൂദ് ചെയ്യാൻ, ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ എല്ലാ മലക്കുകളും സുജൂദ് ചെയ്യുകയാണ്. പക്ഷേ ഇബ്ലീസ് ഉണ്ടല്ലോ, മലക്കുകളുടെ ഉസ്താദാണ്, ഏറ്റവും ഉയർന്ന പദവിയിലുണ്ടായിരുന്ന ഇബ്ലീസ് ഉണ്ടല്ലോ, ഇബ്ലീസ് അവിടുന്ന് പറയുന്നു, ഞാൻ സുജൂദ് ചെയ്യില്ല. കാരണം ആദമിനെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണിൽ നിന്നാണ്, എന്നെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് തീയിൽ നിന്നാണ്. ഞാൻ ഇബ്ലീസ് പറയുന്നു, ഞാൻ ആദമിനെക്കാളും മഹത്വമുള്ളവനാണ്, അതുകൊണ്ട് ഞാൻ അല്ലാഹുവേ സുജൂദ് ചെയ്യില്ലെന്ന് പറയുമ്പോൾ അവസാനം അല്ലാഹു പറയുന്നത് അനുസരിക്കാതെ വരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ഇബ്ലീസിനെ ശപിക്കുകയാ. എടാ നശിച്ചവന്, എടാ ലഅനത്താക്കപ്പെട്ടവന്, അല്ലാഹു അവിടുന്ന് ശപിച്ചപ്പോ മുത്തുനബി അവിടുന്ന് പറയുന്ന സ്വഹാബാ, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബുണ്ടല്ലോ, അവനെ ശപിച്ചപ്പോ അവൻ വല്ലാതെ കരഞ്ഞു പോയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇബ്ലീസ് തന്റെ ജീവിതത്തിൽ കരഞ്ഞ ഒന്നാമത്തെ അവസരം, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ചില വാചകങ്ങൾ പറയാൻ പാടില്ല. നമ്മുടെ സംസാരങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചില വാചകമുണ്ട്. ഒന്ന്, ഞാൻ, അല്ലേ? ഞാൻ, അത് സാധാരണ വാക്കല്ല, അത് അഹങ്കാരത്തിന്റെ വാക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ, അല്ലേ? ഞാൻ ആരാടാ? പള്ളിയുടെ പ്രസിഡന്റ്, അല്ലേ? ഞാൻ ആരാ? പള്ളിയുടെ സെക്രട്ടറി. ഞാൻ ആരാ? വായ്പാട് പള്ളിയിലെ ഖതീബ്. നമുക്ക് ചില തോന്നലുണ്ട് ഞാനെന്നത്, അല്ലേ? ഇബ്ലീസും അത് തന്നെയാ ചോദിച്ചത്. ആദമിനെ അള്ളാഹു സൃഷ്ടിച്ചത് മണ്ണിൽ നിന്ന്, എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്ന്. ഞാൻ എങ്ങനെ ആദമിന് സുജൂദ് ചെയ്യും? വേണമെങ്കിൽ എന്റെ കാര്യം ഒന്ന് വീഴട്ടെ, എന്റെ മുന്നിൽ സുജൂദ് ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു ചിന്ത ഇബ്ലീസിന് വന്നു. അവൻ അല്ലാഹു ശപിച്ചു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തെ അവസരം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ഒരാൾക്കും ചിന്തിക്കാൻ കഴിയാത്ത, എത്ര വലിയ ബുദ്ധിയുള്ളവനാണെങ്കിലും അവനൊരിക്കലും ഊഹിക്കാൻ കഴിയാത്ത, ചിന്തിക്കാൻ കഴിയാത്ത പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, പാനരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചുറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ. ഊഹിക്കാൻ കഴിയില്ല, അളക്കാൻ കഴിയില്ല. കാരണം ആ സ്വർഗം അത്ര വിശാലമാണ്. പണം കൊടുത്താൽ വാങ്ങാൻ പറ്റുമോ?
അള്ളാടെ മുന്നിൽ പോയിട്ട് 50 കോടി തരാൻ പടച്ചവനെ സ്വർഗം താന്ന് പറഞ്ഞാൽ പറ്റുമോ? അള്ളാടെ മുന്നിൽ പോയി യാചിക്കാനേ പറ്റൂ. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു ഇബ്ലീസിനെ പുറത്താക്കി, അവിടെ നാട്ടി പുറത്താക്കി. ഉസ്താദാണ് നോക്കിയില്ല, ഇറങ്ങടാന്ന് പറഞ്ഞു. എന്റെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങടാ എന്ന് അള്ളാഹു ആട്ടിയിറക്കിയപ്പോ ആദം നബി പോലും കരഞ്ഞുപോയി എന്ന് ചരിത്രം പറയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ നിന്ന് ഇബ്ലീസിനെ പുറത്താക്കിയപ്പോ അവനെ വല്ലാതെ കരഞ്ഞുപോയെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഒന്നാമതായിട്ട് ഇബ്ലീസ് കരഞ്ഞ സമയം ഏതെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്ന പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച രാവിലെയാണല്ലോ ലോകത്തിന്റെ നേതാവ് ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നപ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പോലും പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ഖുർആൻ പോലും പറഞ്ഞല്ലോ പ്രവാചകന് കാരുണ്യമാണ്, ഈ ലോകത്തുള്ള സർവർക്കും കാരുണ്യമായിരുന്നല്ലോ. ആ കാരുണ്യത്തിന്റെ പ്രവാചകൻ ദുനിയാവിലെ മാത്രമല്ല ആഖിറത്തിലും പ്രവാചകന് കാരുണ്യമാണല്ലോ. നമ്മുടെ കയ്യിൽ പിടിക്കാൻ ആ പ്രവാചകനല്ലേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാത്തിനെയും വല്ലാതെ സ്നേഹിച്ചിരുന്നല്ലോ. പ്രവാചകന് കാരുണ്യമാണ്. മദ്രസയിൽ പഠിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളതാ മാൻപേടയുടെ കഥ കേട്ടിട്ടുണ്ട്. മാൻപേടയുടെ കഥ കേട്ടിട്ടുണ്ട്. അല്ലാഹുവേ, മൃഗങ്ങളുടെ കഥ കേട്ടിട്ടുണ്ട്. അള്ളാന്റെ റസൂലിനോട് മാൻപേട സംസാരിച്ച ചരിത്രം നമുക്കറിയുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒട്ടകം പരാതി പറഞ്ഞ കഥകളുണ്ടല്ലോ, കുതിരകൾ കഥ പറഞ്ഞ കഥയുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ഒരു സഹാബിയതാ, ആദാ സഹാബി അള്ളാന്റെ റസൂല് കാണുമ്പോ ചോദിക്കും, നിന്റെ കിളിക്ക് സുഖമാണോ? നിന്റെ കിളിയെ വീട്ടിൽ വളർത്തുന്ന കിളിയെ കുറിച്ച് പോലും അള്ളാഹുവിന്റെ പ്രവാചകന് ചോദിക്കുമായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ആ പ്രവാചകൻ ഈ ഭൂമുഖത്തേക്ക് ആമിന റളിയല്ലാഹു തആല ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോ, യാ റസൂലല്ലാഹ്, ഞാൻ എന്റെ ജീവിതത്തിൽ വല്ലാതെ കരഞ്ഞു പോയി നബിയേ. ഇബ്ലീസ് മുത്തി നബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് നാലാമതായിട്ട് ശപിക്കപ്പെട്ടവനെ പറയുകയാ, ഞാൻ എന്റെ ജീവിതത്തിൽ കരഞ്ഞു പോയ നാലാമത്തെ സമയം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയുണ്ടല്ലോ, ആ ഫാത്തിഹ ഇറങ്ങിയ സമയത്താണ് മുത്തി നബിയേ ഞാൻ വല്ലാതെ കരഞ്ഞു പോയതെന്ന പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടെ നിന്ന് ഇബ്ലീസ് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് കരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഫാത്തിഹയുടെ മഹത്വമാണ് ഞാനും നിങ്ങളും വെറുതെ ഓതിക്കളയാറുണ്ടല്ലോ. എങ്കിൽ യഥാർത്ഥത്തിൽ ഫാത്തിഹയുടെ മഹത്വം എന്താണെന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളൊക്കെ ഓതാറുള്ള സൂറത്തുൽ ഫാത്തിഹ, ആ ഫാത്തിഹയുടെ മഹത്വം ചിന്തിച്ചു നോക്ക്. ആ സൂറത്ത് ഇറങ്ങിയപ്പോഴാ ഇബ്ലീസ് കരഞ്ഞു പോയത്. അത് സാധാരണ സൂറത്തല്ല, ഫാത്തിഹ സാധാരണ സൂറത്തല്ല. പ്രിയപ്പെട്ടവരെ, അതാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ഫാത്തിഹ ശിഫയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്നാണ്, ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഫാത്തിഹ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് പോലും അവിടെ നിന്ന് കരഞ്ഞു